ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയെ സമുദ്രമേഖലയിലെ നിർണായക ശക്തിയാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചിയിൽ 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കേരളത്തെ ആഗോള ഷിപ്പിംഗ് ഹബ്ബാക്കി മാറ്റാൻ ഈ പദ്ധതികൾ സഹായിക്കുമെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ. രാജ്യത്തിന്റെ യശസ്സ് ഉയർത്തുന്നതിൽ കേരളത്തിൽ നിന്നുള്ള വ്യവസായ സംരംഭങ്ങൾ വലിയ പങ്കുവഹിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വരും വർഷങ്ങളിലും തുടരുമെന്ന് ഫിച്ച് റേറ്റിംഗ്സ് റിപ്പോർട്ട്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ ഇതുവരെ 15 കോടി ജനങ്ങൾ പങ്കുചേർന്നതായി കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. രാജ്യത്തെ ഒന്നാം നമ്പർ ചെസ് താരമായി യുവ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. ഇന്ത്യയെ സമുദ്രമേഖലയിലെ നിർണായക ശക്തിയാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനായി വൻകിട തുറമുഖ പദ്ധതികളും കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങളും മറ്റ് അടിസ്ഥാന സൌകര്യ പദ്ധതികളും രാജ്യത്ത് നടപ്പാക്കി വരുന്നതായും പ്രധാനമന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. രാജ്യത്തെ ഷിപ്പിംഗ്, ജലഗതാഗത അടിസ്ഥാന സൌകര്യ വികസനത്തിൽ നാഴികക്കല്ലാകുന്ന 4000 കോടി രൂപയുടെ 3 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചി കപ്പൽശാലയിൽ പുതിയ ട്രൈഡോക്ക്, വെല്ലിംഗ്ടൺ ഐലൻഡിലെ അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം, പുതുവൈപ്പിനിലെ LPG ഇറക്കുമതി ടെർമിനൽ എന്നിവയുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത്. ഇന്ത്യ ആഗോള വാണിജ്യ രംഗത്തെ സുപ്രധാന കേന്ദ്രമായി മാറുകയാണെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. आज भारत शिप टर्न अराउंड टाइम में दुनिया के कई विकसित देशों से भी आगे निकल चुका है. साथियों, केरला में आज जिन 3 प्रोजेक्ट्स का लोकार्पण हुआ है, उनसे मैरीटाइम सेक्टर में इस क्षेत्र की हिस्सेदारी और बढ़ेगी. नया ड्राई डॉक भारत का नेशनल प्राइड है. इसके बनने से यहां बड़े जहाज, बड़े वेसल तो आ ही सकते हैं, साथ ही यहां शिप बिल्डिंग और शिप रिपेयर का काम भी संभव होगा. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ, കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. കേരളത്തെ ആഗോള ഷിപ്പിംഗ് ഹബ്ബാക്കി മാറ്റുന്നതിന് ഈ പദ്ധതികൾ സഹായിക്കുമെന്നും 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ നിർണായക ചുവടുവയ്പ്പാണ് ഈ പദ്ധതികളെന്നും ശ്രീ സർബാനന്ദ് സോനോവാൾ ചടങ്ങിൽ പറഞ്ഞു. 4000 പേർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്ന ഈ പദ്ധതികൾ കേരളത്തിനാകെ അഭിമാനമാണെന്നും രാജ്യത്തിന്റെ യശസ്സ് ഉയർത്തുന്നതിൽ കേരളത്തിൽ നിന്നുള്ള വ്യവസായ സംരംഭങ്ങൾ വലിയ പങ്കുവഹിച്ചതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 1799 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കൊച്ചി കപ്പൽശാലയിലെ പുതിയ ട്രൈഡോക്കിന് 310 മീറ്റർ നീളവും 13 മീറ്റർ ആഴവുമുണ്ട്. 70,000 ടൺ വരെ ഭാരമുള്ള വിമാനവാഹിനികൾ, കൂറ്റൻ ചരക്ക് കപ്പലുകൾ എന്നിവയുടെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും ട്രൈഡോക്ക് പ്രയോജനപ്പെടും. 970 കോടി രൂപ ചെലവിൽ വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിർമ്മിച്ച അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രത്തിൽ ഒരേ സമയം 6 കപ്പലുകൾ കൈകാര്യം ചെയ്യാനാകും. കൊച്ചിയെ ആഗോള കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. പുതുവൈപ്പിനിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 1236 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിരിക്കുന്ന LPG ടെർമിനൽ 15,400 മെട്രിക് ടൺ സംഭരണ ശേഷിയുള്ളതാണ്. LPG വിതരണത്തിൽ പ്രതിവർഷം 150 കോടി രൂപ ലാഭിക്കാനും 18,000 ടൺ കാർബൺ ബഹിർഗമനം കുറയ്ക്കാനും പുതിയ ടെർമിനൽ സഹായിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുരുവായൂർ, തൃപ്രയാർ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം താമരമൊട്ടുകൾ കൊണ്ട് തുലാഭാരം നടത്തുകയും പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുകയും ചെയ്തു. ഗുരുവായൂരപ്പന്റെ ദാരുശില്പം ദേവസ്വം ഭാരവാഹികൾ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു. കേരളീയ വേഷത്തിലായിരുന്നു പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനം നടത്തിയത്. കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി രാവിലെ ഗുരുവായൂരിൽ എത്തിയത്. ക്ഷേത്രം തന്ത്രി ചേന്നാസ് നമ്പൂതിരിപ്പാട്, ദേവസ്വം പ്രസിഡന്റ് VK വിജയൻ, BJP നേതാക്കൾ തുടങ്ങിയവർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. നടനും മുൻ
MP-യുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി ഗുരുവായൂരിൽ വിവാഹത്തിനായി എത്തിച്ചേർന്ന മറ്റ് നവദമ്പതിമാരെയും ആശീർവദിച്ചു. തുടർന്ന് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയ പ്രധാനമന്ത്രി കുട്ടികളുടെ വേദാർച്ചനയിൽ പങ്കെടുത്തു. രാമായണ പാരായണവും ശ്രവിച്ചു. തൃപ്രയാർ ക്ഷേത്രത്തിൽ അദ്ദേഹം മീനൂട്ടും നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ വൈകുന്നേരമാണ് പ്രധാനമന്ത്രി കൊച്ചിയിലെത്തിയത്. എറണാകുളം നഗരത്തിൽ ഇന്നലെ റോഡ് ഷോ നടത്തിയ പ്രധാനമന്ത്രിയെ നിറഞ്ഞ ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. കൊച്ചിയിൽ BJP ശക്തി കേന്ദ്ര നേതൃയോഗത്തിൽ പ്രധാനമന്ത്രി ഇപ്പോൾ പങ്കെടുക്കുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കാലാവസ്ഥാ വ്യതിയാനം, ഭീകരവാദം, ദാരിദ്ര്യം തുടങ്ങിയ ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിന് ലോകരാജ്യങ്ങൾക്കിടയിൽ സംയോജിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. സമാധാനത്തിനുള്ള ഏഷ്യൻ ബുദ്ധിസ്റ്റ് സമ്മേളനത്തിന്റെ 12ാം പതിപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഹിംസയുടെയും സമാധാനത്തിന്റെയും അനുതാപത്തിന്റെയും പാതയിലേക്ക് നമ്മെ ശ്രീബുദ്ധന്റെ പ്രബോധനങ്ങൾ നയിക്കുന്നതായി ഉപരാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വരും വർഷങ്ങളിലും തുടരുമെന്ന് ഫിച്ച് റേറ്റിംഗ്സ് റിപ്പോർട്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച 6.9% ആയിരിക്കുമെന്നും അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് പ്രവചിക്കുന്നു. എന്നാൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ GDP വളർച്ചാ നിരക്ക് 6.5% കുറയുമെന്നാണ് പ്രവചനം. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ ഇതുവരെ 15 കോടി ജനങ്ങൾ പങ്കുചേർന്നതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. കഴിഞ്ഞ നവംബറിലാണ് രാജ്യത്ത് വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്ക് തുടക്കമായത്. ഈ ജനപങ്കാളിത്തം വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയ മുന്നേറ്റമാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് സങ്കൽപ് യാത്ര ആരംഭിച്ചതെന്നും ആളുകൾ വളരെ ആവേശത്തോടെയാണ് അതിൽ പങ്കുചേരുന്നതെന്നും ശ്രീ ഠാക്കൂർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്ത് കൃത്രിമ പാരുകൾ സ്ഥാപിക്കുന്നതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല ഓൺലൈനായി നിർവഹിച്ചു. പ്രധാൻമന്ത്രി മത്സ്യസമ്പദ യോജന വഴിയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. 13.02 കോടി രൂപ ചെലവുള്ള പദ്ധതിക്ക് 7.8 കോടിയിലധികം രൂപ കേന്ദ്രവിഹിതമാണ്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിന്തുണയോടെ കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ശബരിമല ദർശനം നടത്തി. ഇന്നലെ വൈകിട്ട് പമ്പയിലെത്തിയ അദ്ദേഹം രാവിലെ 9 മണിയോടെയാണ് സന്നിധാനത്തെത്തിയത്. 13 അംഗ സംഘത്തിനൊപ്പമാണ് കേന്ദ്ര സഹമന്ത്രി ദർശനത്തിന് എത്തിയത്. രാജ്യത്തെ 1ാം നമ്പർ ചെസ് താരമായി യുവ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. നെതർലൻഡ്സിൽ നടന്ന ടാറ്റ സ്റ്റീൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ലോക ചെസ് ചാമ്പ്യൻ ഡിംഗ് ലിറനെ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ ഈ നേട്ടം സ്വന്തമാക്കിയത്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനെ പരാജയപ്പെടുത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് പ്രജ്ഞാനന്ദ. ഇന്നലത്തെ മത്സര വിജയത്തിന് ശേഷം തത്സമയ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യയുടെ നമ്പർ 1 ചെസ് താരം എന്ന നേട്ടം ആർ പ്രജ്ഞാനന്ദ സ്വന്തമാക്കിയത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് നടക്കും. ബംഗളൂരുവിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2 കളികളും ജയിച്ച് ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. ഒളിമ്പിക് വനിതാ ഹോക്കി യോഗ്യതാ സെമിഫൈനലിൽ നാളെ ജർമ്മനിയെ ഇന്ത്യ നേരിടും. റാഞ്ചിയിലാണ് മത്സരം. ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് ഘട്ട ഏറ്റുമുട്ടലിൽ ഇറ്റലിയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതകൾ സെമിഫൈനലിൽ പ്രവേശിച്ചത്. പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾക്ക് നേരെ ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. പാക് ഇറാൻ അതിർത്തി മേഖലയായ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലായിരുന്നു ആക്രമണം. ഭീകര സംഘടനയായ ജെയ്ഷ് അൽ അദലിന്റെ 2 താവളങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ അറിയിച്ചു. പാക് അതിർത്തി മേഖലയിൽ ഇറാൻ സേനയ്ക്ക് നേരെ ജെയ്ഷ് അൽ അദൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇറാന്റെ ഈ നീക്കം. ഇറാൻ ആക്രമണത്തിൽ 2 കുട്ടികൾ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയെ സമുദ്രമേഖലയിലെ നിർണായക ശക്തിയാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചിയിൽ 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കേരളത്തെ ആഗോള ഷിപ്പിംഗ് ഹബ്ബാക്കി മാറ്റാൻ ഈ പദ്ധതികൾ സഹായിക്കുമെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ. രാജ്യത്തിന്റെ യശസ്സ് ഉയർത്തുന്നതിൽ കേരളത്തിൽ നിന്നുള്ള വ്യവസായ സംരംഭങ്ങൾ വലിയ പങ്കുവഹിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വരും വർഷങ്ങളിലും തുടരുമെന്ന് ഫിച്ച് റേറ്റിംഗ്സ് റിപ്പോർട്ട്.
കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ ഇതുവരെ 15 കോടി ജനങ്ങൾ പങ്കുചേർന്നതായി കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. രാജ്യത്തെ ഒന്നാം നമ്പർ ചെസ് താരമായി യുവ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.